ഹായ് ഓൾ. ഐസ് ക്യൂബ്സ് വാട്ടറിൻ്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്യുന്നത്, പൊങ്ങിക്കിടക്കുന്നത് നമുക്കൊക്കെ പരിചയമുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ഐസ് ക്യൂബ്സ് വാട്ടറിൽ സിങ്ക് ചെയ്യാത്തത്, താഴ്ന്നു പോകാത്തത്? ഐസ് ക്യൂബിനേക്കാളും ചെറിയ വലുപ്പമുള്ള ഒരു അയേൺ നെയിൽ, ഇരുമ്പിൻ്റെ ആണി, അല്ലെങ്കിൽ വേണ്ട ഒരു ചെറിയൊരു കല്ല് വാട്ടറിലിട്ടാൽ അത് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യാതെ താഴേക്ക് പോകുന്നുണ്ടാകും. ബട്ട് അതുപോലെ തന്നെ സോളിഡ് ആയിട്ടുള്ള ഈ ഐസ് ക്യൂബ് വാട്ടറിൻ്റെ സർഫസിൽ ഫ്ലോട്ട് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ പിന്നിലുള്ള രസകരമായിട്ടുള്ള സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയുടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ അറിയാൻ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെൻസിറ്റി, സാന്ദ്രത എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോള്യം ആണെന്നുള്ളത്. ഓക്കെ, അഥവാ ഇവിടെ മാസ് ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. എന്നാൽ വോള്യം ഇൻക്രീസ് ചെയ്താലോ? വോള്യം ഇൻക്രീസ് ചെയ്താൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള സിമ്പിൾ ആയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത്. നമ്മളെ വാട്ടറിൻ്റെ കേസിലേക്ക് നോക്കാം, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ലിക്വിഡ്സ് ഒക്കെ നമ്മൾ നോക്കാം. ഒരു നോർമൽ ലിക്വിഡ് നമ്മൾ സോളിഡ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഒരു നോർമൽ ലിക്വിഡിനെ സോളിഡ് ആക്കുമ്പോൾ നമുക്കറിയാം സോളിഡിലെ പാർട്ടിക്കിൾസുകൾ, അതിലെ മോളിക്യൂൾസുകൾ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. കൂടുതൽ അട്രാക്ഷൻ പാർട്ടിക്കിൾസുകൾ തമ്മിലുണ്ട്. അപ്പോൾ ലിക്വിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിക്വിഡിന് വോള്യം കൂടുതലാണ് കമ്പയർ ടു ദ സോളിഡ്. സോളിഡിന് വോള്യം കുറവാണ്. ഇതേ കാര്യം നമ്മുടെ ഈ ഡെൻസിറ്റിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഈ പറഞ്ഞ ഡെൻസിറ്റിയിലേക്ക് ഒരു സംഗതി സോളിഡ് ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ വോള്യം ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. വോള്യം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെൻസിറ്റി എന്ത് ചെയ്യണം? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഡെൻസിറ്റി ഷുഡ് ബി ഇൻക്രീസസ്. അവിടെ ഡെൻസിറ്റി കൂടുകയാണ് വേണ്ടത്. അപ്പം നോർമൽ കേസിൽ എല്ലാ ലിക്വിഡുകളും സോളിഡ് ആയി മാറുമ്പോൾ അതിൻ്റെ വോള്യം ഡിക്രീസ് ചെയ്യുകയും ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. മക്കളെ, നിങ്ങൾക്കറിയാം ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ, വാട്ടറിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് വാട്ടറിൽ എന്താകും? സിങ്കാകും. അത് താഴേക്ക് താഴ്ന്നു പോകും. അതുകൊണ്ടാണ് കല്ല് വെള്ളത്തിലിട്ടാൽ താഴേക്ക് പോകുന്നത്. അയേൺ നെയിൽ വെള്ളത്തിലിട്ടാൽ താഴേക്ക് പോകുന്നതൊക്കെ എന്താണ്? അതിന് ഡെൻസിറ്റി കൂടുതലാണ്. നമ്മൾ വാട്ടറിൻ്റെ കേസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിന നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അതിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ് സോളിഡ് എന്നാണ് നമുക്ക് വിചാരിക്കുക. ബട്ട് ആക്ച്വലി അങ്ങനെയല്ല. നമ്മുടെ നോർമൽ വാട്ടറിനേക്കാളും വോള്യം കൂടുതലുണ്ടായിരിക്കും സോളിഡ് ആയിട്ടുള്ള ഐസിന്. അതിൻ്റെ കാരണം അത് വാട്ടർ ഐസായി മാറുമ്പോൾ അതിൻ്റെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സുകൾ സ്റ്റേബിൾ ആവുകയും അത് മോളിക്യൂൾസിന് എക്സിസ്റ്റ് ചെയ്യാൻ കൂടുതൽ സ്പേസ് റിക്വയർഡ് ആവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ വാട്ടറിൻ്റെ കേസിൽ ഈ പറഞ്ഞ ലിക്വിഡിനാണ് വോള്യം കുറവ്. അതിനേക്കാളും കൂടുതൽ വോള്യം ഉണ്ടായിരിക്കും നമ്മുടെ സോളിഡ് ആയിട്ടുള്ള ഐസ്. ഇത് നോർമൽ ലിക്വിഡ്സിനൊന്നുമില്ല. നമ്മുടെ H2O കേസിൽ, വാട്ടറിൻ്റെ കേസിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ഡെൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ മാസ് ബൈ വോള്യം ചെയ്ത് കഴിഞ്ഞാൽ വോള്യം ഇവിടെ കൂടുതലാണ്. വോള്യം കൂടുതലായതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വാട്ടറിന് മുകളിൽ അത് ഫ്ലോട്ട് ചെയ്യും. നമ്മൾ കുറച്ചും കൂടിയും സയൻറ്റിഫിക് ആയിട്ട് ഡാറ്റ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. ഞാനിതാ ഇതിൻ്റെ ടെമ്പറേച്ചർ, നമ്മളെ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഞാൻ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യാണ്. എടാ, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസുകൾ എക്സ്പാൻഡ് ആണോ ചെയ്യുക? അതല്ല അതിൻ്റെ വോള്യം കുറഞ്ഞ് അത് ചുരുങ്ങുകയാണോ ചെയ്യുക? നോർമൽ കേസിൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ എക്സ്പാൻഡ് അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോഴോ ഡിക്രീസസ് ആണ് അല്ലേ? ടെമ്പറേച്ചർ കുറയുമ്പോൾ അവിടെ എന്ത് ഡിക്രീസ് ആകും അല്ലേ? വോള്യം ഡിക്രീസ് ആകും. ഓക്കെ, വോള്യം ഡിക്രീസ് ആകും. വോള്യം ഡിക്രീസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ഇൻക്രീസ് ആകും? നമ്മുടെ ഡെൻസിറ്റി ഇൻക്രീസ് ആകും അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു വോള്യവും ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നോക്കിക്കേ, വാട്ടറിൻ്റെ കേസിലും ഇതേപോലെയാണ് സംഭവിക്കുക. 25 ഡിഗ്രി ഉണ്ടായിരുന്നു, ലിക്വിഡ് ആയിട്ടുള്ള വാട്ടറാണ്. അതിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഡെൻസിറ്റി ഗ്രാം പെർ മില്ലി ലിറ്ററിൽ കൊടുത്തിട്ടുണ്ട് 0.997. എന്നാലോ ടെമ്പറേച്ചർ വീണ്ടും ഡിക്രീസ് ചെയ്തു. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ വോള്യം ഡിക്രീസ് ആയി, ഡെൻസിറ്റി ഇതാ വീണ്ടും കൂടി. 7 ഉള്ളത് 8 ആയി, അഗെയിൻ 9 ആയി. കണ്ടോ, ഒരു അപ് ടു 4 ഡിഗ്രി വരെ അതിൻ്റെ എന്ത് ചെയ്തു? ഡെൻസിറ്റി മാക്സിമത്തിലെത്തി.
ഇപ്പോൾ വാട്ടറിൻ്റെ സെയിം ആയിട്ടുള്ള ഡെൻസിറ്റിയാണ് ആർക്ക് വരുന്നത്, നമ്മുടെ ഐസിനും വരുന്നത്. എത്ര ഡിഗ്രി എത്തിയപ്പോൾ 4 ഡിഗ്രി എത്തിയപ്പോൾ നമ്മൾ അതിന് കൂൾ ചെയ്ത് ഐസാക്കും മാറ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഐസായിട്ടില്ല, ലിക്വിഡ് വാട്ടർ തന്നെയാണ്. വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി 1 അല്ലേ, പിന്നെ ഗ്രാം പെർ മില്ലി ലിറ്റർ ആണ് അതിൻ്റെ ഡെൻസിറ്റി ആയിട്ടുള്ളത്. ഓക്കെ, ഇനിയും നമ്മൾ ഐസാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇതിൻ്റെ സ്വഭാവം മാറുന്നത്. അഥവാ ബിലോ 4 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ വാട്ടർ അതിൻ്റെ സ്വഭാവം തന്നെ ചേഞ്ച് ചെയ്യും, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറും. പിന്നീട് നമ്മൾ അതിനെ മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 0യിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ വോള്യം ഇൻക്രീസ് ചെയ്യുകയും വോള്യം ഇൻക്രീസ് ചെയ്താൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുകയും ആകും. അപ്പോൾ വാട്ടറിൻ്റെ മാക്സിമം ഡെൻസിറ്റി എത്രയാണ്, 4 ഡിഗ്രിയിൽ ഈ പറഞ്ഞ 1 വരെ ആകും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ തലതിരിഞ്ഞ സ്വഭാവമാണ്. എന്ത് ചെയ്യുന്നു, അതിൻ്റെ വോള്യം ഇൻക്രീസ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഒക്കെ നന്നായിട്ട് കൂടുന്നതനുസരിച്ച് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെയും കൂടുതൽ സ്പേസ് വേണ്ടി വരും. അപ്പോൾ ഡെൻസിറ്റി എന്തെയും കുറയും. അതുകൊണ്ടാണ് മക്കളെ 0 ഡിഗ്രിയിലേക്ക് എത്തുമ്പോഴേക്കും നമ്മളെ ഐസ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞിട്ട് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം അല്ലേ, ഒരു ഐസ്ബർഗിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള അത്രയും പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് വാട്ടറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ ടൈറ്റാനിക് ഒക്കെ കേട്ടിട്ടില്ലേ, ഐസ്ബർഗിൽ തട്ടിക്കണ്ട് ടൈറ്റാനിക് അല്ലേ നശിച്ച കഥയൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ ഐസ്ബർഗുകൾ ഈ പറഞ്ഞ വലിയ ഓഷ്യനിൽ അത് ഫ്ലോട്ട് ചെയ്യുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞ സംഗതിയാണ്. ഈ 4 ഡിഗ്രിയിലും താഴ്ന്നു കഴിഞ്ഞാൽ പിന്നീട് എക്സ്പാൻഷനാണ് H2Oക്ക് സംഭവിക്കുന്നത്. നമ്മളതിനെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്നാ പറയല്ലേ. ഇറ്റ്സ് എൻ അനോമലസ് പ്രോപ്പർട്ടി അല്ലേ. സാധാരണ ബാക്കിയുള്ള ലിക്വിഡ്സിനൊന്നും ഈ പ്രോപ്പർട്ടി ഇല്ല, വാട്ടറിന് മാത്രം ഒരു അനോമലസ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ, ഒരു വോള്യൂം ഇൻക്രീസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ആവുകയും അത് വാട്ടറിൽ ഫ്ലോട്ട് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. ഓക്കെ, ഇതുപോലെ ഈ പറഞ്ഞ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കാരണം നമുക്ക് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിൽ, എസ്പെഷ്യലി നല്ല തണുപ്പുള്ള ഏരിയകളിൽ ചില പ്രത്യേക ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് പല നിലക്കും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും യൂസസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടെത്തി എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നോക്കട്ടെ എത്ര പേർക്ക് ഈ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിൻ്റെ ഈ തലതിരിഞ്ഞ സ്വഭാവമുള്ളത് കൊണ്ട് ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തിന് അല്ലെങ്കിൽ അനിമൽസിന് എത്രത്തോളം ഉപകാരമുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാൻ പറ്റുമോ, കമൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ആ യൂസസ് എന്ത് ചെയ്യണം, യൂസസ് ഈ പറഞ്ഞ പ്രശ്നം എന്നല്ല, ഈ പറഞ്ഞ പ്രോപ്പർട്ടി കാരണം നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന യൂസസ് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് രസകരമായ കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് ഹൈസ്കൂൾ ലെവലിൽ തന്നെ സയൻസിലൊക്കെ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇത്രയും രസകരമായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണം എന്ത് ചെയ്യാൻ പറ്റും, X&Y ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിത് ഓൺലൈനായിട്ട് തന്നെ റെക്കോർഡഡ് ആൻഡ് ലൈവ് സെഷനുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അഥവാ റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടാകും. നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സയൻസ് ഫാക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. ആ ക്ലാസ്സസ് എന്ന് പറയുന്നത് മാത്സും നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മെൻ്റൽ എബിലിറ്റി പോലെയുള്ള എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് IIT-യിൽ നിന്നും NIT-യിൽ നിന്നും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസാണ് എന്തുള്ളത് നമുക്ക് ഇവിടെ ഈ X&Yൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലുള്ളത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതർ ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു മടി ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കാൻ ആരുണ്ട്, നമ്മളെ മെൻറ്റേഴ്സ് ഇട്ടുണ്ട്. വൺ ഓഫ് ദ ടോപ്പ് മെൻറ്റർഷിപ്പും നമുക്ക് എന്തുണ്ട്, X&Y ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ചാപ്റ്റർ വൈസ് ആയിട്ട് എല്ലാ വീക്കിലും സാറ്റർഡേ എന്ന് പറയുന്ന ദിവസം നമുക്ക് എക്സാമിന് വേണ്ടി മാത്രമാണ്. അന്നൊരു ലൈവ് ക്ലാസ് അല്ലെങ്കിൽ അന്ന് റെക്കോർഡ് സെഷൻ ഒന്നും ഉണ്ടാവില്ല. അന്ന് നമ്മൾ ആ പഠിച്ച ചാപ്റ്ററിൻ്റെ എക്സാം കറക്റ്റ് എന്ത് ചെയ്യും, ഒരു അസസ്മെൻ്റ് ഉണ്ടാവും. നമുക്ക് ഫിസിക്സ് ആണോ സൂപ്പർ, ബയോളജി മാർക്ക് കുറവാണോ, മാത്സിൽ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അത് കറക്റ്റ് അനലിറ്റിക്സ് നിങ്ങൾക്കും നിങ്ങളുടെ പാരൻസിനും നമ്മൾ നോക്കുന്ന മെൻറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് വിസിബിൾ ആവുന്ന രൂപത്തിലുള്ള ഫുൾ അനലിറ്റിക്കൽ ഡാറ്റ നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് എന്തുള്ളത്, നമുക്ക് പിന്നെ മാത്സ് ഒളിമ്പിയാഡ്, സയൻസ് ഒളിമ്പിയാഡ്, അതുപോലെ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ NMMS, USS പോലെയുള്ള ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ ടീംസ്
ഡയറക്റ്റ് എന്ത് ചെയ്യും ഇൻവോൾവ് ചെയ്യിപ്പിക്കും, അതിലേക്കുള്ള കോച്ചിങ്ങുകളും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി അതേപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോവുക മാത്രമല്ല, നമുക്ക് ചെയ്യാനുള്ള സിമുലേഷൻസും വിഷ്വൽ ടൂൾസൊക്കെ എന്ത് ചെയ്യും ഈ ജിയോജിബ്ര ഫെറ്റ് പോലുള്ളതിൽ അതിലേക്കൊക്കെ ഉള്ള ലിങ്ക്സ് കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കോഴ്സിലൂടെ തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ഉള്ളത് കേരളത്തിലെ കുട്ടികൾ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിലെ കുട്ടികൾ മാത്രമല്ല, മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ മലയാളികളൊക്കെ ആയിട്ടുള്ള ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഏകദേശം 6000-ലധികം കുട്ടികൾ എന്ത് ചെയ്തു ഓൾറെഡി നിങ്ങളെപ്പോലെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ്, ഒളിമ്പ്യാഡ് ലെവലിലുള്ള അതിനുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ നമ്മുടെ സോഷ്യൽ സയൻസും കൂടി ഈ വർഷം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അതിലും ചെയ്യരുത് ഒരു ഇടങ്ങാറുണ്ടാവരുത് വെച്ചുകൊണ്ട് സോഷ്യൽ സയൻസ് അടക്കം. അപ്പോൾ ഈ രൂപത്തിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു എഞ്ചിനീയറും ഡോക്ടറും സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ ISROയിലൊക്കെ അല്ലേ റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്യുന്ന അതിന് പിന്നെ ലീഡ് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫൗണ്ടേഷൻ സ്കൂൾ പഠിച്ച കാര്യങ്ങൾ അതുപോലെ പഠിക്കലല്ല, നേരെ മറിച്ച് ഇത്രയും ക്യൂരിയസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ്, നമ്മൾ കണ്ടൊരു സാധനമാണല്ലേ ഐസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ പിന്നിലുള്ള സയൻസ് ഇത്രയും വലുതായിരുന്നു എന്ന് നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടാവില്ല. ആ രൂപത്തിൽ നമുക്ക് കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപത്തിൽ ഇത്തരത്തിലുള്ള നല്ല ക്ലാസ് എന്തെയും തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6000-ലധികം കുട്ടികൾ ഇത് ഓൾറെഡി നമ്മളിത് ഫൗണ്ടേഷൻ കോഴ്സിലുണ്ട്. അതിൽ ജൂൺ 30 നമ്മൾ കംപ്ലീറ്റ് ഇത് എന്ത് ചെയ്യാണ് ക്ലോസ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് ഒരു അക്കാഡമിക് ഇയറിലായിരിക്കും എന്ത് ചെയ്യുക കഴിയുന്നുണ്ടാവുക. സോ യൂസ് ദിസ് ചാൻസ്, ക്യാപ്ചർ ദിസ് ചാൻസ്. ഏറ്റവും വേഗത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഇതാ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം ഈ വീഡിയോയുടെ ലിങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, കമൻറ്റ് ബോക്സിൽ ലഭിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ത് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ തന്നെ നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇനി നടക്കുന്നത് എന്നറിയാനുള്ള വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം. തീർച്ചയായിട്ടും ഇത്തരം ചാൻസുകൾ എന്ത് ചെയ്യുക ഈ ഉപകാരപ്രദമാക്കുക. നമ്മളൊരു നോർമൽ സ്റ്റുഡൻ്റ് അല്ല, നമ്മുടെ സ്കൂളിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഫ്യൂച്ചറിൽ നമ്മുടെ ഡ്രീംസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റുഡൻ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം മാറണം. എക്സാമിനേറ്റ് ടീം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്